ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് സയൻസ് സ്റ്റോറീസ്. യൂകാരിയോട്സിലെ DNA റിപ്ലിക്കേഷൻ്റെ തേർഡ് വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് സെൽ ഡിവിഷൻ്റെ ടൈമിൽ സെൽ ഓർഗനൽസ് എല്ലാം രണ്ട് ഡോട്ടർ സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയലായ DNAയും ഡിവൈഡ് ചെയ്ത് രണ്ടാകും. സെൽ ഡിവിഷന് G0, G1, S, G2, M ഫേസസ് ഒക്കെ ഉണ്ട്, നമ്മൾ കണ്ടതാണ്. G1 ഫേസിലാണ് DNAയുടെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, അതായത് ഒരേ സൈറ്റിലേക്ക് ORC ഒറിജിൻ റിപ്ലിക്കേഷൻ കോംപ്ലക്സ് വന്ന് പിടിക്കുന്നത്. പിന്നീട് ഇവിടേക്ക് CDC6ഉം CDT1ഉം റിക്രൂട്ട് ചെയ്യപ്പെടും. അവർ MCM ഹെലിക്കേസിനെയും റിക്രൂട്ട് ചെയ്യും. ശേഷം CDK, CDC45നെയും ജിൻസിനെയും റിക്രൂട്ട് ചെയ്യും. അങ്ങനെ CMG കോംപ്ലക്സ് ഫോം ആകും. ഇപ്പോൾ S ഫേസിലാണ് സെല്ലുള്ളത്. ഇവിടെ CMG ഹെലിക്കേസ് DNA അൺവൈൻഡ് ചെയ്യും. സൂപ്പർ കോയിൽ മാറ്റാനായിട്ട് ടോപ്പോഐസോമറൈസ് വരും. ശേഷം പോളിമറൈസ് ആൽഫ പ്രൈമേസ് കോംപ്ലക്സ് വന്ന് പ്രൈമർ ഇടും. പോളിമറൈസ് എപ്സിലോൺ ലീഡിംഗ് സ്ട്രാൻഡിനെയും പോളിമറൈസ് ഡെൽറ്റ ലാഗിംഗ് സ്ട്രാൻഡിനെയും സിന്തസിസ് ചെയ്യും. ലാഗിംഗ് സ്ട്രാൻഡിലുള്ള RNA പ്രൈമറിനെ റിമൂവ് ചെയ്യാനായിട്ട് ഫെൻ എൻഡോന്യൂക്ലിയസ് 1 വരും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നിക്ക് സീൽ ചെയ്ത് ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റിൻ്റെ മെച്ചുറേഷൻ ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് S ഫേസിന് മുൻപ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA S ഫേസിലേക്ക് എത്തുമ്പോഴേക്കും കുറേ റിപ്ലിക്കേഷൻ ബബിൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ S ഫേസ് കഴിയുമ്പോഴത്തേക്കും രണ്ട് മെച്ചുവർ ആയിട്ടുള്ള DNA സ്ട്രാൻഡ്സ്, രണ്ട് സെറ്റ് ഓഫ് DNA സ്ട്രാൻഡ്സ് ഉണ്ടാവും. യൂകാരിയോട്സിൻ്റെ DNA മോളിക്യൂൾസ് ലീനിയർ ഫാഷനിലായിരിക്കും ഉള്ളത്, അതായത് ഇങ്ങനെ നീണ്ടിരിക്കും. റിപ്ലിക്കേഷൻ ഫോർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന CMG ഹെലിക്കേസ് മൂവ് ചെയ്ത് ദൂരേക്ക് അകന്നകന്ന് പോകും. എന്നിട്ട് തൊട്ട് മുന്നേ അല്ലെങ്കിൽ തൊട്ട് ശേഷം റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തൊരു CMG കോംപ്ലക്സ് ഉണ്ടല്ലോ, അതുമായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ടെർമിനേഷൻ സംഭവിക്കുന്നത്. യൂകാരിയോട്സിന് ഒരുപാട് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻസ് ഉണ്ട്, അതായത് ഒരേ സൈറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം മൾട്ടിപ്പിൾ സ്ഥലത്ത് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താലല്ലേ പെട്ടെന്ന് നമുക്കിത് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ന്യൂമറസ് ഹെലിക്കേസാണ് ഒരേ സമയത്ത് റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് MCM കോംപ്ലക്സ് കൺവേർജ് ചെയ്യുമ്പോൾ, അതായത് രണ്ട് റിപ്ലിയോസോംസ് അടുത്തടുത്ത് വരുമ്പോഴാണ് ഇത് ടെർമിനേഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും SCF-E3 യുബിക്വിറ്റിൻ ലിഗേസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു മൾട്ടി പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. അത് അവിടേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടും. ഈ SCF കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ സ്കിപ്പിക്കുലിൻ F ബോക്സ് എല്ലാം കൂടെ ഉള്ള ഒരു മൾട്ടി കോംപ്ലക്സ് പ്രോട്ടീനാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിസൈൻ ഫോർ പ്രോട്ടിയോസോമൽ ഡീഗ്രഡേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഡീഗ്രഡേഷനുള്ള ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം നമ്മൾ മുമ്പ് MCM 2 to 7 കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ MCM 7ലാണ് SCF-E3 യുബിക്വിറ്റിൻ ലിഗേസിൻ്റെ ലൈസിൻ റെസിഡ്യൂ ആണ് വന്ന് ലിങ്ക് ചെയ്ത് യുബിക്വിറ്റിൻ ചെയിൻ ഫോം ആകും. ഈ ലൈസിൻ റെസിഡ്യൂവിൻ്റെ 48th പൊസിഷനിലാണ് ലിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ K48 യുബിക്വിറ്റിൻ ചെയിൻ എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ യുബിക്വിറ്റിൻ ചെയിൻ വന്നിട്ട് ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോട്ടിയോസോമിന് ഡീഗ്രഡേഷനാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ യുബിക്വിറ്റിനേറ്റ് ചെയ്തിട്ടുള്ള MCM 7നെ P97 റെക്കഗ്നൈസ് ചെയ്യും. P97 ഒരു പ്രോട്ടീൻ റീമോൾഡറാണ്. P97 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ടിരുന്ന നമ്മുടെ CMG കോംപ്ലക്സിനെ ഡിസസംബിൾ ചെയ്ത് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇനാക്ടിവേറ്റ് ആക്കും. അതോടൊപ്പം എല്ലാ കോഫാക്ടേഴ്സും പ്രോട്ടീൻസും അവിടുന്ന് സ്ട്രാൻഡിൽ നിന്നിട്ട് റിമൂവ് ആകിപ്പോവും. അങ്ങനെയാണ് യൂകാരിയോട്സിലെ DNA റിപ്ലിക്കേഷൻ ടെർമിനേറ്റ് ആകുന്നത്. ഇനി ഒരു കാര്യം കൂടെ, യൂകാരിയോട്സിൻ്റെ DNA ലീനിയർലി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ലീനിയർ DNAയുടെ ടെർമിനൽ പാർട്ട്, അതായത് അറ്റത്തെ ഭാഗം, അതിന് ടീലോമിയർ എന്നാണ് പറയുന്നത്. അവിടെ റിപ്ലിക്കേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്താണെന്ന് വെച്ചാൽ റിപ്ലിക്കേഷൻ്റെ സമയത്ത് RNA പ്രൈമർ 5' എൻഡിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് 3' OH എൻഡിലേക്കാണല്ലോ ഇതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്നത്. അത് നമ്മൾ മുമ്പ് കണ്ടതാണല്ലോ. അങ്ങനെ ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡും ഒക്കെ ഉണ്ടാവും. അതിൽ ലാഗിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റിൽ ഒരുപാട് RNA പ്രൈമേഴ്സ് ഉണ്ടാവും. അത് നമ്മുടെ പോളിമറൈസ് ഡെൽറ്റയും FEN1 പ്രോട്ടീനുമാണ് റീപ്ലേസ് ചെയ്യുന്നത്. ശേഷം ലിഗേസ് എൻസൈം വന്ന് ജോയിൻ ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഡബിൾ സ്ട്രാൻഡിൻ്റെ 5' എൻഡിൽ ആദ്യം വന്ന ഒരു പ്രൈമർ ഉണ്ടല്ലോ, RNA പ്രൈമർ, അതിനെ റിമൂവ് ചെയ്യാനായിട്ട് പോളിമറൈസ് എൻസൈമിന് പറ്റില്ല. DNA സ്ട്രാൻഡിൻ്റെ എൻഡിൽ പ്രൈമർ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിലൊരു 5' ഫോസ്ഫേറ്റ് എൻഡായിരിക്കുമല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ DNA പോളിമറൈസിന് 5' എൻഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് 3' OH എൻഡിലേക്ക് മാത്രമേ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ടീലോമറൈസ് എന്നൊരു എൻസൈം വരും.
എന്നിട്ട് ഈ പാരൻ്റൽ സ്ട്രാൻഡ് ഉണ്ടല്ലോ, ആ പാരൻ്റൽ സ്ട്രാൻഡിന് ഒരു എക്സ്ട്രാ ടെംപ്ലേറ്റ് സെഗ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഈ ടീലോമറസ് എൻസൈമിന് 2 യൂണിറ്റാണുള്ളത്. വൺ ഇസ് എ പ്രോട്ടീൻ യൂണിറ്റ്, ഇനിയുള്ളതാണ് നമ്മുടെ RNA എലമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ്. ഈ RNA ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ടീലോമറൈസിൻ്റെ എൻഡിലുള്ള സീക്വൻസിൻ്റെ കോംപ്ലിമെൻ്ററി സീക്വൻസ് ആയിട്ടാണ് വരുന്നത്. അതായത് യൂക്കാരിയോട്ടിക് ലീനിയർ DNA ആയ നമ്മുടെ ടീലോമിയറിന് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും TG റിച്ച് ആയിട്ടുള്ള സീക്വൻസാണ് ഉള്ളത്. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് മോർ G റിസപ്റ്റേഴ്സ്. അവിടെ ഡോട്ടർ സ്ട്രാൻഡിൽ ഉണ്ടായിരുന്ന പ്രൈമറൊക്കെ റിമൂവ് ആയി കഴിയുമ്പോഴത്തേക്കും ടീലോമറൈസ് എൻസൈം വന്ന് പാരൻ്റൽ സ്ട്രാൻഡിനെ ഇലോങ്ങേറ്റ് ചെയ്യും. ഈ ഇലോങ്ങേറ്റ് ചെയ്ത പാരൻ്റൽ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൈമർ വരികയും അങ്ങനെ ഡോട്ടർ സ്ട്രാൻഡ് ഇലോങ്ങേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ടീലോമിയർ മൂവ് ചെയ്ത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് RNA പ്രൈമർ ഇടും, RNA ടെംപ്ലേറ്റ് വയ്ക്കും. അവിടെ ഇലോങ്ങേറ്റ് ചെയ്ത് നമ്മുടെ പാരൻ്റൽ സ്ട്രാൻഡ് വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യും. അതങ്ങ് റിമൂവായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈമർ പിടിക്കും. ഡോട്ടർ സ്ട്രാൻഡിലേക്ക് പ്രൈമർ പിടിച്ചിട്ട് ഡോട്ടർ സ്ട്രാൻഡും ഇലോങ്ങേറ്റ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. ഇതിങ്ങനെയാണ്. ഇത് ഇത്രേ ഉള്ളൂ. സിമ്പിളാണിത്. ഇനി ഇവിടെ എങ്ങനെയാണ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതെന്നൊന്ന് വീണ്ടും പറയണ്ടല്ലോ. എപ്പോഴത്തേയും പോലെ പോളിമറൈസ് ആൽഫ പ്രൈമേസ് കോംപ്ലക്സ് വന്നിട്ട് പ്രൈമർ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പോളിമറൈസ് എപ്സിലോൺ ലീഡിങ് സ്ട്രാൻഡിനെയും പോളിമറൈസ് ഡെൽറ്റ ലാഗിങ് സ്ട്രാൻഡിനെയും ഇലോങ്ങേറ്റ് ചെയ്ത് കൊണ്ടുവരും. അതൊക്കെ മുമ്പത്തെ പോലെ തന്നെ, അതിനൊന്നും ഇവിടെയും ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് വരുന്ന ഒരു പ്രൈമർ ഉണ്ടല്ലോ, ആ പ്രൈമറിനെ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു 3' ഗ്രൂപ്പില്ല അവിടെ, അതൊരു 5' എൻഡാണ്. സോ ഈ ടീലോമറസ് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി പാരൻ്റൽ സ്ട്രാൻഡ് 3' എൻഡിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യും. അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മുടെ ഡോട്ടർ സ്ട്രാൻഡും ഇലോങ്ങേറ്റ് ചെയ്ത് വരും. ഈ ന്യൂലി സിന്തസൈസ്ഡ് സീക്വൻസ് ഉണ്ടല്ലോ, അതെല്ലാം ജങ്കാണ്. അതായത് അതൊന്നിനും വേണ്ടി അങ്ങനെ കോഡ് ചെയ്യുന്നില്ല. ഒരു പ്രോട്ടീൻ സിന്തസൈസും ഈ സീക്വൻസ് വെച്ച് നടക്കുന്നില്ല. ടീലോമർ ഷോർട്ടണിങ് പ്രിവെൻറ്റ് ചെയ്യുക എന്നൊരൊറ്റ പർപ്പസ് മാത്രമേ അതിനുള്ളൂ. സാധാരണഗതിയിൽ നോർമലി ഉള്ള ഒരു DNA റിപ്ലിക്കേഷൻ പോലെയാണ് എപ്പോഴും നടക്കുന്നതെങ്കിൽ ഓരോ റിപ്ലിക്കേഷൻ കഴിയുമ്പോഴും ന്യൂലി സിന്തസൈസ്ഡ് DNA ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി ഷോർട്ടർ ആൻഡ് ഷോർട്ടർ, കൂടുതൽ നീളം കുറഞ്ഞ് ഇങ്ങനെ പോകും. അങ്ങനെ കുറേ സീക്വൻസ് ഒക്കെ അങ്ങ് ലോസ് ആയി കഴിഞ്ഞാൽ കുറേ ഇൻഫർമേഷൻസ് അതുവഴി ലോസ് ആവും. പല പ്രോട്ടീൻ സിന്തസിസും നടക്കത്തില്ലല്ലോ. അതൊക്കെ ഇതിനാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് ഈ ടീലോമറസ് എൻസൈം ഉള്ളത് കൊണ്ടാണ്. ടീലോമറസ് എൻസൈം ടെംപ്ലേറ്റ് ആയിട്ട് സെർവ് ചെയ്ത് ഈ പാരൻ്റൽ സ്ട്രാൻഡിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഈവൻ ആഫ്റ്റർ ഈ എൻഡ് റിപ്ലിക്കേഷൻ പ്രോബ്ലം ഒക്കെ നമ്മൾ സോൾവ് ചെയ്താലും ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ DNA ഉണ്ടല്ലോ, അത് എപ്പോഴും പാരൻ്റൽ DNAക്കാളും ഷോർട്ടായിരിക്കും, അതിന് നീളം കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അപ്പോഴും ഈ ലാസ്റ്റ് ആ എൻഡിൽ 5' എൻഡിലുണ്ടാകുന്ന പ്രൈമറിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴും അവിടെ 5' എൻഡ് തന്നെ ആയിരിക്കില്ല, ആ ഒരു ഗ്യാപ്പ്. അതിന് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ. യെസ് കുട്ടികളെ, നമ്മൾ ഓരോ റിപ്ലിക്കേഷൻ കഴിയുമ്പോഴും നമ്മൾ DNA കൂടുതൽ ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒന്നും പറ്റുന്നില്ല. കാരണം എന്താ? അങ്ങനെ റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സീക്വൻസ് എല്ലാം ജങ്കാണ്. കോഡ് ചെയ്യുന്ന DNA എല്ലാം ടീലോമറൈസ് ടെംപ്ലേറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കും അതുവഴി ഇങ്ങനെ ജങ്കായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ടല്ലോ, അതുവഴി കോഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്നതൊക്കെ ജങ്ക് DNAs ആണ്. അപ്പം നമ്മൾ ഒത്തിരിയും വയസ്സായി, ഒരു 10-100 വയസ്സൊക്കെ ആകുമ്പോഴേ ഉള്ളൂ ഇതൊക്കെ കട്ടായി പോയിട്ട് നമ്മുടെ മെമ്മറി ലോസ് അങ്ങനത്തെ പല കാര്യങ്ങളും ഇഷ്യൂസൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എൻട്രിപ്ലിക്കേഷൻ പ്രോബ്ലം കഴിഞ്ഞു, ടെർമിനേഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കോൺസെപ്റ്റൊക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. ഇത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, എക്സാംസൊക്കെ എഴുതുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.